എന്റെ പെങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോ ഓരോന്ന് കഴിയുമ്പോ ആരെ കരഞ്ഞോണ്ട് പോണേ? പോലീസ് ജീപ്പ് പിടിച്ചു, കള്ളനെ പിടിച്ചു. അതാ ജീപ്പിലിട്ടോണ്ട് പോണ്. കൈ അണിച്ചിട്ട് ജീപ്പ് നിർത്തില്ല. ആ ലുങ്കി മണത്ത് 100-100 കിലോമീറ്റർ അപ്പുറത്താ ഇൻസ്പെക്ടർ കള്ളനെ പിടിച്ചത്. കള്ളനാണല്ലേ കള്ളൻ. ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല മാഷെ. അവനെ ഞെരുവട്ടം പൂശി എല്ലാവരും ഇങ്ങോട്ട് പുറത്തെടുക്കട്ടെ. ഒന്നായിട്ട് പൂശി ആളെങ്ങാനും ക്ലോസ് ആയ അതോടെ അവൻ കെട്ട സാധനങ്ങളും ക്ലോസ് ആവും. അതാ എന്റെ പേടി. ഞാൻ ആരാണെന്നാ വിചാരിച്ച് ഒന്നുകൂടി നല്ല മധുരമുള്ള ഇടി. സത്യം പറഞ്ഞാൽ ഈ പിടുത്തം നമ്മളൊരു ഉത്സവം പോലെ ആഘോഷിക്കേണ്ടതാ. ഒരമ്മ പെറ്റ മോനാടാ അതിനകത്ത് അടി കിട്ടി നിലവിളിക്കുന്നത്. അത് കേട്ട് നിങ്ങളൊക്കെ സന്തോഷിക്കാൻ പോവാ. ഒരമ്മ പറ്റ മോനുണ്ടാക്കിയ സ്വർണ്ണമല്ല ചാവ് മോഷ്ടിച്ചത്. അത് അച്ഛൻ പറഞ്ഞോ? പണിക്കിരട്ട് ചെന്ന ബാസുനോട് 5-6 കൊല്ലം പടക്കം തരാൻ പറ. ഞാൻ പറഞ്ഞു പറ. പടക്കവും വെടിയൊന്നും വേണ്ട. ആരെങ്കിലും ചെന്ന് അവനെ തല്ലണ്ടാന്ന് പറ. അല്ലെങ്കിൽ ഞാൻ പോയി പറയാൻ പോവാ. അല്ല അച്ഛാ, കേൾക്കുന്തോറും എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദമാണ്. ഇതാരാ ഇത്രയും പരിചയമുള്ള കള്ളൻ? പക്ഷേ ഇതാ നിങ്ങളുടെ കള്ളൻ. എങ്ങനെയുണ്ട് എന്റെ ഇടി? അച്ഛാ, ഇത് നമ്മുടെ സഹദേവനല്ലേ? അളിയാ, അളിയനെപ്പോഴാ കള്ളനായത്? ഞാൻ കള്ളനല്ല അളിയ, ഞാൻ ഇപ്പോഴും സഹദേവനാ. അളിയനോ? ആ, ഈ സഹദേവൻ എന്റെ രാധ കെട്ടാൻ പോകുന്നേ. അത് ഞാൻ അറിഞ്ഞല്ലോ. നനച്ചിട്ടെടുത്ത് നീ ലുങ്കി ആരോ അടിച്ചോണ്ട് പോയതാണെന്ന് ഞാൻ ഇയാളോട് കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അതേത് കള്ളനും പറയുന്നതല്ലേ. ഇവന്റെ ലുങ്കിയാണ് ഞാൻ കാകെ കിട്ടിയ തൊണ്ടി. ഈ തൊണ്ടി മതി ഏത് കള്ളനും തണ്ടാൻ. ലുങ്കി മാത്രമേ പോയിട്ടുള്ളൂ. ഒരു നീല അണ്ടർവെയറും പോയിട്ടുണ്ട്. ഇനി അത് വിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും കേറുവാളിയാ എന്നാ എന്റെ കാര്യം പോക്ക. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. ഈ അവസ്ഥയെ വീട്ടിൽ പോവാൻ വയ്യേ. കല്യാണത്തിന് കൂട്ടി വെച്ചിരുന്ന സ്വർണം പോയത് പിന്നെയും സഹിക്കാം. കല്യാണച്ചക്കനെ കള്ളനാക്കിയതാ സഹിക്കാൻ പറ്റാത്ത. സഹദേവന്റെ ലുങ്കി കാണാതാവുന്നതും രാധയുടെ നിശ്ചയം നടക്കുന്നതും ഒരേ ദിവസാ. നിശ്ചയം ഉച്ചയ്ക്ക് മുമ്പ്, ലുങ്കി മോഷണം പോയത് അന്ന് വൈകിട്ട്, അതേ ലുങ്കി കൊടുത്ത് ഇവിടെ കള്ളം കയറിയത് അന്ന് രാത്രി. കള്ളൻ എന്തിനാ ചെറിയ ലുങ്കി എടുത്ത് തന്നെ പുതപ്പിച്ചേ? അത് അവൻ പുതപ്പിച്ചതാണോ അതോ നീ എടുത്ത് പുതച്ചതാണോ എന്നൊക്കെ അവനെ കൈ കിട്ടിയാലേ പറയാൻ പറ്റൂ. സഹദേവന്റെ ലുങ്കി ഇവിടെ വീണ അന്വേഷണം സഹദേവന്റെ നേരെ ചെല്ലും. അത് കള്ളനും അറിയാം, കള്ളനെ അയച്ചവനും അറിയാം. സഹദേവനെ കള്ളനാക്കിയിട്ട് അവർക്ക് എന്താ ലാഭം? സഹദേവൻ കള്ളനായ കല്യാണം കലങ്ങും. സ്വർണം തിരിച്ചു കിട്ടിയാലും കള്ളനാണെന്ന് സംശയിക്കുന്ന ഒരാൾക്ക് പിന്നെ നമ്മൾ രാധെ കൊടുക്കോ? അത് തന്നെ ആരുടെ എത്രയും വലിയൊരു ബുദ്ധി? തുമ്പശ്ശേരി കുറുപ്പ്. കുറുപ്പല്ലാതെ ഇതിനകത്ത് വേറൊരു പെരുങ്കള്ളനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേഹത്ത് എണ്ണയും തേച്ച് കത്തിയും പിടിച്ച് ഇതിനകത്ത് കയറിയത് തുമ്പശ്ശേരി കുറുപ്പല്ല. എന്നാൽ അങ്ങനെ കക്കാനും കക്കുമ്പോ വേണ്ടി വന്ന കൊല്ലാനും ആ കുറുപ്പിന്റെ ഇഷ്ടം പോലെ കള്ളന്മാരുണ്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ സ്വർണം തുമ്പശ്ശേരി കുറുപ്പിന്റെ വീട്ടിൽ കാണും. തുലാം 16 കഴിയുന്നവരെ അയാളത് വിൽക്കില്ല. നിധി കാക്കുന്ന ഭൂതം പോലെ അയാളത് സൂക്ഷിച്ചു വെക്കും. അതെന്താ അയാള് വിൽക്കാത്തെ? വിറ്റ ശേഷം പോലീസ് പിടിച്ചാ അത് നമ്മുടെ കയ്യിൽ തന്നെ വരുമെന്ന് അയാൾക്കറിയാം. അപ്പൊ കല്യാണം നടക്കും. അതുകൊണ്ടാ തുലാം 16 കഴിയാതെ അയാളത് വിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇത്രയും ഉറപ്പിച്ചു പറയാൻ നീ ആരടാ? CID അല്ല, വലിയ പറമ്പ് തിരുവിപുരം വീട്ടിൽ നാരായണ മാഷ്ട മകൻ ദിനകരൻ. അല്ല, നമുക്ക് എല്ലാവരും വിളിച്ചിട്ടൊന്ന് ആലോചിച്ചാലോ? അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും നോക്കാനല്ലോ കൊച്ചുകൃഷ്ണ. പോലീസ് വേഷത്തിലവിടെ കയറിച്ചെല്ല, കുറുപ്പിന്റെ കയ്യിൽ വിലങ്ങ് വെക്കാ, പിടിച്ചുകൊണ്ടുപോയി ജയിലിടാ. എന്താ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്താ കൊണ്ടുപോയതിനേക്കാളും വേഗത്തിൽ തുമ്പശ്ശേരി കുറുപ്പ് തിരിച്ചു വരും. ഉള്ള ശക്തി മുഴുവൻ എടുത്ത് ഈ നാടകളെ കുട്ടിച്ചോറാക്കും. പുറമേ ഒരു വിഡ്ഢിവേഷം പോലെ കാണുന്നേ ഉള്ളൂ. എന്നെ പച്ചക്ക് തിന്ന പിശാചാവൻ. അവനോട് കളിക്കുമ്പോ സൂക്ഷിച്ചു കളിക്കണം. ഇനിയും കാത്തു നിന്ന് നമുക്കൊന്നും കളിക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവർക്കും വയസ്സാവും. കളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കളിക്കണം. കളവ് പോയ സകല സ്വർണവും ഇപ്പൊ കുറുപ്പിന്റെ വീട്ടിലുണ്ട്. പോലീസിന്റെ സഹായമില്ലാതെ നമ്മളത് തിരിച്ചെടുക്കുന്നു. ഈ കളി അത്രേ ഉള്ളൂ. എന്ന് വെച്ചാ കക്ക് നമ്മുടെ സാധനങ്ങള് നമ്മളറിയാതെ ഒരാൾ എടുത്തോണ്ട് പോയി. അത് നമുക്ക് തിരിച്ചെടുത്തോണ്ട് വന്നൂടെ? അതിന് കക്കാന്ന് പറയാ. ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഒന്നിച്ച് ഒരു വീട്ടിൽ താമസിക്കാന്ന് അധികാരി അങ്ങോട്ട് വിചാരിച്ചേ. സംശയിക്കാണ്ട് വിചാരിച്ചു. ഇതൊരു വലിയ വീട്. ഈ വീടിന്റെ ഒരു ഭാഗത്ത് തുമ്പശ്ശേരി കുറുപ്പ്, ഇപ്പുറത്തെ അധികാരി, തൊട്ടിപ്പുറത്ത് ഗോവിന്ദൻകുട്ടി, ഇപ്പുറത്തെ പണിക്കര്, ഈ ഭാഗത്ത് ഞങ്ങള്. അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ച് താമസിക്കുമ്പോ ഇവിടെ ഈ മുറിയിൽ കഴിയുന്ന ഞങ്ങളുടെ കുറച്ച് സ്വർണം എന്തോ ഒരു അത്യാവശ്യത്തിന് ആരോടും പറയാതെ അടുത്ത മുറി താമസിക്കുന്ന കുറിപ്പെടുത്തോണ്ട് പോയി.
ഈ തോർത്തുമുണ്ട്, മുടി ചെയ്യുന്ന ചീപ്പ്, മുഖത്തിടുന്ന പൗഡർ, ഇതൊക്കെ വീട്ടിൽ തന്നെ ഓരോരുത്തർ ചോദിക്കാണ്ടും പറയാണ്ടും എടുത്തോണ്ട് പോയി കട്ടുമേലും കുളിമുറിയിലും ഒക്കെ വെക്കുന്നില്ലേ? അതൊക്കെ അവരോട് ചോദിച്ചിട്ടാണോ നമ്മൾ പോയി എടുക്കാറ്? അതെ, ചോദിക്കാണ്ട് കുറിപ്പെടുത്തോണ്ട് പോയ നമ്മുടെ സ്വർണം നമുക്കൊരാവശ്യം വന്നപ്പോ നമ്മൾ തന്നെ നമ്മുടെ മുറിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അത്രയുള്ളൂ. വേറൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. മൂർഖനെ കൊല്ലാൻ വേറൊരു മൂർഖൻ വിചാരിച്ച കഴിയില്ല. അതിന് രാജവെമ്പാലയാവണം. കാര്യം നമ്മളൊക്കെ തനി പാവങ്ങളാ എന്ന് വെച്ച് ഒരിക്കലെങ്കിലും രാജവെമ്പാല ആയില്ലെങ്കിൽ ഈ നാടും രക്ഷപ്പെടില്ല, നമ്മളും രക്ഷപ്പെടില്ല. ഇൻസ്പെക്ടറോടും കമ്മീഷണറോടും ഒക്കെ സങ്കടം പറഞ്ഞ് അന്വേഷിച്ച് വരുമ്പോഴേക്കും കമ്മീഷൻ ഒരുപാട് ആവുകയും ചെയ്യും, ഉള്ള സമയവും പോവും, കുറിപ്പ് അതെല്ലാം വിറ്റ് കാശുവാക്കും. കുറുപ്പിന്റെ വീട്ടിൽ കയറി സകലതും തിരിച്ചു വെക്കാനുള്ള ട്രെയിനിങ് ഞാൻ തരും. ആരൊക്കെ ഉണ്ടാവും മാത്രമേ പറഞ്ഞാൽ മതി. ആ കുറിപ്പും കുറിപ്പിന്റെ ആൾക്കാരും ഒഴിച്ച് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നമ്മുടെ കൂടെ ഉണ്ടാവും. നാളെ രാവിലെ നമ്മൾ ഭഗവതിക്ക് തേങ്ങറിയും, അതോടെ പരിശീലനം ആരംഭിക്കും. എന്നാ പിന്നെ സമസ്താപരാധങ്ങളും പുറത്ത് അശേഷം അടിപതറാതെ മുന്നേറാൻ നമുക്കിന്ന് സാധിക്കട്ടെ. അതെ. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം അല്ലേ? പ്രാർത്ഥിക്കാം. പത്തിരിപ്പലകയിൽ ചരക്കടുക്കി വെച്ചിട്ട് മാസങ്ങളായി. തുലാം 16 ഫെബ്രുവരി 17 ഇപ്പഴിങ്ങെത്തും. ഏട്ടാ, സമയത്ത് ചരക്കയച്ചില്ലെങ്കിൽ ലേലം വിളിച്ച കാശ് പോലെ ഏട്ടന് കിട്ടൂല. ഏട്ടാ, നീ എന്നെ അങ്ങനെ ഊതല്ലേ. വിളിച്ചതിന്റെ 10 ചരക്ക് ഞാൻ പീസായി വിൽക്കും. ഹൈദരാബാദിൽ നിന്ന് വിളിച്ച പിച്ചളക്കെട്ടില് ബാംഗ്ലൂർക്ക് അയക്കണ്ട, അത് നേരെ ദുബായ് തങ്കച്ചനയക്ക്. അത് അങ്ങേർക്ക് ഞാൻ കച്ചവടാക്കിയിരിക്കും. എന്റെ അമ്മേ, അത് പിത്തളയല്ല, വെറും പോളിഷാ. ആ കട്ടില് കാൽ കാശിന് കൊള്ളില്ല. ദുബായ് തങ്കച്ചനും കാക്കാശിന് കൊള്ളൂല. അതല്ലേ ഞാൻ അങ്ങോട്ട് അയച്ചത്. നീ ഒഴുക്കി. ഏട്ടാ, ഞാൻ ഇന്ന് ഫുൾ ഫിറ്റ് ആവും. ഏട്ടനോ? ഞാനും. സോഡ നീ കുടിച്ചോ. കള്ളുകൂടി തീരാൻ ഇനിയും സമയമെടുക്കും. നമ്മൾ അകത്ത് കയറുമ്പോ അവിടെ ആർക്കും ബോധമില്ലാതിരിക്കുന്ന നല്ലത്. എല്ലാവരുടെയും ബോധം പോയ സ്വർണ്ണം എവിടെ വെച്ചത് നമ്മൾ ആരോടൊന്നും ചോദിക്കാം. പക്ഷേ ദേ പട്ടി കുറച്ചു. അയ്യോ, അത് പട്ടി വരച്ചല്ല, അച്ഛന് ദേഷ്യം വരുമ്പോ ഉണ്ടാക്കണ സൗണ്ടാ. അധികാരി അകത്ത് കയറിയാ ഈ നാട്ടുകാർ മുഴുവനും ജയിലിൽ കിടക്കും. അധികാരി അകത്ത് കയറണ്ട. പഴയ അധികാരി പണി തുമ്പശ്ശേരി കുറിപ്പ് എങ്ങനെയാ തെറിപ്പിച്ചെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അധികാരിക്ക് ഇത്രേ ബുദ്ധിയുള്ളൂ. അച്ഛൻ എന്തോ ഒരു വിഷമം പോലെ. സത്യസന്ധതയ്ക്ക് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണ മെഡൽ വാങ്ങിയ ഒരു സ്കൂൾ മാഷ ഞാൻ. ഞാൻ ആ കള്ളന്റെ വേഷം കിട്ടി ഇരുട്ടത്തിരിക്കണേ. എനിക്ക് നല്ല സങ്കടമുണ്ട്. ആ മെഡൽ ഒരുക്കിയിട്ടില്ല അച്ഛൻ ആദ്യമായിട്ട് രാധയ്ക്ക് ഒരു മാല ഉണ്ടാക്കിയത്. അതെ, ആ മാലയും കൂടി എടുക്കാനല്ലേ നമ്മൾ പാത്ത് കയറാൻ പോകുന്നത്. അതെ. ഈ വിവരം പ്രസിഡന്റ് അറിഞ്ഞ പ്രസിഡന്റും കൂടി നമ്മുടെ കൂടെ കരിയും തേച്ച് അകത്ത് കക്കാൻ വരും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളില്ലേ കൂടെ. അച്ഛനെ എഴുന്നള്ളിക്കാൻ കൊണ്ടല്ല, അനങ്ങാണ്ട് നിൽക്കവിടെ. മുന്നിൽ പൂട്ടങ്ങോട്ട് പൊളിച്ചാലോ? പൂട്ട് പൊളിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അതിനുള്ള ശക്തി നമുക്കില്ലേ? അതല്ലടാ, മുന്നിലെ വാതിലിന്റെ പൂട്ടില്ല. അപ്പൊ അതിന് പൂട്ടോട് പോയി. അതന്നെ ഞാനും ആലോചിക്കണേ. നല്ല കള്ളന്മാര്. ഈ കള്ളന്മാരും വെച്ച് എങ്ങനെയാണ് ഈശ്വര ഞാൻ പോയ സാധനങ്ങൾ കക്കുന്നത്? ഒരു വഴിയുണ്ട്. എല്ലാവരും ശ്വാസം ഇടാതെ എന്റെ പിന്നാലെ വന്നാൽ മതി. ശ്വാസം വിടാൻ ഞാൻ ചത്തുപോകില്ലെന്ന് എനിക്കൊരു സംശയം. നേരെ അച്ഛൻ കുറച്ചു. അത് ഞാനല്ലടാ, ശരിക്കുള്ള പട്ടിയാ. രാമകുമാർ എവിടെ പോയ? എവിടെ? ഇവിടെ ഒരു ചെറുത്തന്മാരും ഇല്ലേ? ബാത്റൂം. ആ, ശരി. നീ ആരാ? പ്ലംബറാ. ഞാൻ പൈപ്പ് ശരിയാക്കാൻ വന്നതാ. ഞാൻ പണി കഴിച്ചിട്ട് പോടാ. ഓ, അല്ല സാറ് മൂത്രം ഒഴിക്കണല്ലേ? ഞാൻ മൂത്രം ഒഴിച്ചല്ലേ? അത് ഞാനാ മൂത്രം ഒഴിച്ചത്. ഓ, സോറി സോറി. ഓ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. താങ്ക് യു. പോറ്റെ പോറ്റെ പോറ്റെ. ഇതിപ്പോ എവിടെ ഒന്ന് കൊണ്ടുപോയി ചാരുക? പട്ടിക്കൂട്ടി കൊണ്ടേ കിടത്താം. അവർക്ക് ഇഷ്ടാവോ? ഇഷ്ടമായില്ലെങ്കിൽ അവരോട് ഇങ്ങോട്ട് വരാൻ പറ. ജനാർദ്ദനക്കുറിപ്പിനെ കുളിമുറിയിലിട്ട് പൂട്ടി. ചന്ദ്രക്കുറിപ്പ് ഇതിനകത്തില്ല. വത്സലേ,
വത്സലേ വത്സലേ. നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ നാരായണൻ മാഷ് ആവാഹിച്ചു വിട്ട ശൈവഭൂതങ്ങളാ. തുമ്പശ്ശേരിക്കുറിപ്പ് ആളെ വിട്ട് മോഷ്ടിച്ചെടുത്ത മാഷിന്റെ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? വേഗം പറ, ഇല്ലേ ഉമിക്കിരിയാക്കും. എന്തൊക്കെയോ പെട്ടികള് ആ ചിന്നക്കുറുപ്പിന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടേ. ഓഹോ, അവര് തമ്മിലിപ്പോ വലിയ സ്നേഹത്തിലാണ്. മിണ്ടരുത്. ശൈവഭൂതങ്ങളോട് കളവ് പറയരുത്. സത്യമാണ് ഭൂതങ്ങളെ, അതൊന്നും ഇവിടെ ഇല്ല. ഒക്കെ ചിന്നക്കുറുപ്പിന്റെ വീട്ടിൽ കാണും. ഭൂതങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്നും മാഷയുടെ ഭാഗത്താ, സത്യത്തിന്റെ ഭാഗത്താ. മാഷോട് കൂറ് പ്രഖ്യാപിച്ച നിന്നെ ഭൂതങ്ങൾക്ക് ഇഷ്ടമായി. നിനക്ക് നല്ലൊരു മനസ്സുണ്ട്. ഇനി ദുഷ്ടചിന്തകളെല്ലാം കൈവെടിഞ്ഞ് 3 നേരം പ്രാർത്ഥനയും പൂജയുമായി കഴിയണം. എന്നെങ്കിലും നാട്ടുകാരുടെ വെടികൊണ്ട് തുമ്പശ്ശേരിക്കുറിപ്പ് ഒരു മനുഷ്യനാവും. അതോടെ പൂജ നിർത്താം. പൂജ നിർത്താം. കുറിപ്പിനെ നാളെ പട്ടിക്കൂട്ടി കാണാം. വേഗം മൂടിപ്പോച്ചു കിടന്നോ. ചിന്നക്കുറുപ്പെങ്കിൽ ചിന്നക്കുറുപ്പ് ഇന്ന് തന്നെ അവിടെ കയറണം. അവിടെ ഇനി നാളെ കേറിയാൽ പോരെ? സമയം എത്രയായില്ലേ? നാളേക്ക് വെച്ച ചിലപ്പോ ജീവിതത്തിന്റെ ഗതി തന്നെ മാറിയെന്ന് വരും. എന്നാ ഗതി മാറ്റണ്ട, എല്ലാ ഭൂതങ്ങളും ചിന്നക്കുറുപ്പിന്റെ നേരെ ചെല്ലട്ടെ.